ഏവർക്കും ആഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ DVRനെ മൊബൈൽ ഫോണിൽ കണക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വെച്ചേക്കാം. നിങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും അല്ലെങ്കിൽ ഡൗട്ടുകളും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ CCTV ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കോ വേണ്ടി നമുക്കൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഡീറ്റെയിൽസ് വല്ലതും അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് DVR കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് കാണാം. ഇപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് DVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിക്വിഷൻ്റെ 7108 എന്ന് പറഞ്ഞൊരു DVR ആണ്. അപ്പോൾ അത് കുറച്ച് ഓൾഡ് മോഡലാണ്, പക്ഷെ അതിനകത്ത് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ DVR വെച്ച് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് DVRകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. രണ്ടിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം DVRന്റെ മെനു ഓപ്ഷനിലേക്ക് പോകാം. അതിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മെനു എടുക്കുക. ഓക്കെ, ഇതിനെപ്പറ്റിയൊക്കെയുള്ള നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് കോൺഫിഗറേഷനാണ്. ആ കോൺഫിഗറേഷനിൽ പോവുക. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ജനറൽ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ ചെയ്യേണ്ടത് ഈ ജനറൽ സെറ്റിങ്സിൽ വന്നിട്ട് ഒന്നുകിൽ നിങ്ങൾ DHCP ഇനേബിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാനുവലി ഒരു IP അഡ്രസ്സ് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മാനുവലി 1.4 എന്ന് പറഞ്ഞ IP ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിഫോൾട്ട് ഗേറ്റ് വേയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക, കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തിട്ട് നേരെ അടുത്ത ഓപ്ഷനാണ് പ്ലാറ്റ്ഫോം ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ വരിക. അതിനു മുന്നേ നമുക്ക് ഈ DVRനെ മൊബൈലിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലാറ്റ്ഫോം ആക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും DVR യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് P2P ക്ലയന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിനകത്ത് സെറ്റിങ്സ് കിടക്കുന്നത്. ഇനി അത് കൂടാതെ എല്ലാത്തിനകത്തും വരുന്നതാണ്, കോമൺ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് DDNS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇപ്പം ഈ DDNS കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പം നിങ്ങൾ വേറെ പഴയ ഒരു DVR ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് പ്ലാറ്റ്ഫോം ആക്സസ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള DVRനെ എങ്ങനെയാണ് മൊബൈലിൽ കിട്ടുക എന്നുള്ളൊരു ഡൗട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ DDNS യൂസ് ചെയ്യുന്നത്. DDNS എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഡൊമൈൻ നെയിം സർവീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഹിക്വിഷൻ അല്ലാതെ വേറെ ഏത് DVR ആയാലും നമുക്ക് കുറച്ച് സെർവർ നെയിമുകളുണ്ട്. അതായത് DNS, നോ IP അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഫ് ഗ്രൂപ്പ് 123 എന്ന് പറഞ്ഞൊരു പേര് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് അതാണ് നമ്മൾ DVRനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇത് ഹിക്വിഷൻ DVR ആയതുകൊണ്ട് അവരുടെ തന്നെ സെർവർ ഉണ്ട്. ആ സെർവറിൽ നിന്നാണ് നമ്മൾ ഈ പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി അതല്ല വേറെ ഏതെങ്കിലും DVR ആണെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DVRനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ IP സെർവർ, DNS, PNet, HUL, നോ IP, HIDDNS എന്നൊക്കെ പറഞ്ഞാണ്. അതിനകത്ത് HIDDNS വരത്തില്ല. വേറെ DVR ആണെങ്കിൽ DNS, നോ IP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള സെർവറുകളുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെർവർ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് ഏത് പേരാണോ പർച്ചേസ് ചെയ്തത് അത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടി വരും. ഈ യൂസർ നെയിമും പാസ്വേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് DNS എന്ന് പറഞ്ഞൊരു സെർവർ അവരുടെ ഇതിൽ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇത് സ്റ്റാറ്റസ് DDNS ആക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പ്ലാറ്റ്ഫോം ആക്സസിലേക്കാണ് പോകുന്നത്. ഈ DDNS എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ DVRന്റെ പോർട്ടുകളെല്ലാം ഓപ്പൺ ആകുന്നതെന്ന് നോക്കണം. അങ്ങനെ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഓപ്പൺ ആയില്ലെങ്കിൽ അതിനെ എങ്ങനെ ഓപ്പൺ ആക്കണം, അത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് വേണമെങ്കിൽ ഒരു ക്ലാസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് പ്ലാറ്റ്ഫോം ആക്സസിൽ പോകാം. ഓക്കെ, ഇനി ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് സ്റ്റാറ്റസ് ഓഫ്ലൈൻ കാണുന്നുണ്ട് അല്ലേ. ഇനി ലാസ്റ്റ് എൻഡിൽ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഇനേബിൾ കാണിക്കുന്നുണ്ട്, ആക്സസ് ടൈപ്പ് കാണിക്കുന്നുണ്ട്, സെർവർ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ഇതൊക്കെ തന്നെയാണ്. പിന്നുള്ളത് ഇനേബിൾ സ്ട്രീം എൻക്രിപ്ഷൻ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
അത് കഴിഞ്ഞൊരു വെരിഫിക്കേഷൻ കോഡ് കാണിക്കുന്നുണ്ട് അല്ലേ. ആ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം അല്ലെങ്കിൽ കുറെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്കങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ കോഡായിട്ട് കൊടുക്കാൻ പറ്റും. അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് എന്നുള്ളത് ഓഫ്ലൈൻ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഇനേബിൾ കൊടുക്കുക. ഇനേബിൾ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു 3-4 സെക്കൻഡ് അതിനുള്ളിൽ തന്നെ നമ്മുടെ ഓഫ്ലൈൻ എന്നുള്ളത് ഓൺലൈൻ എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ചിലവർ നമ്മൾ ആ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം ഇത് ഓൺലൈൻ ആണോ എന്നില്ല, ചിലപ്പോൾ ഓഫ്ലൈൻ തന്നെ കാണിക്കും. അപ്പോൾ അതിന് എന്തൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ജനറൽ സെറ്റിംഗ്സിൽ വന്നിട്ട് ഇത് രണ്ടും കറക്റ്റ് ആണോ നോക്കുക. ഈ പ്രിഫേർഡ് DNS സെർവറും ആൾട്ടർനേറ്റ് DNS സെർവറും നമ്മൾ കൊടുത്തിട്ടുണ്ടോ. ചിലപ്പോൾ അത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിഫേർഡ് DNS സെർവറായിട്ട് 8.8.8.8 എന്നും ആൾട്ടർനേറ്റ് DNS സെർവറായിട്ട് 8.8.4.4 എന്നും പറഞ്ഞ് കൊടുക്കണം. ഇത്രയും കൊടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും പ്ലാറ്റ്ഫോം ആക്സസിങ് വന്നിട്ട് നോക്കുക ഓഫ്ലൈൻ ആയോ ഓൺലൈൻ ആയോ എന്ന്. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്നുകൂടെ ഡിസേബിൾ ചെയ്തിട്ട് വീണ്ടും ഇനേബിൾ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആകാൻ ഉള്ള സാധ്യതയുണ്ട്. ഒരു 90% അതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കും ഈ ഓഫ്ലൈൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫോണിലാണ് കോൺഫിഗറേഷൻ്റെ ബാക്കി പോർഷൻ ഉള്ളത്. ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഡിവൈസ് ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഹിക്വിഷൻ DVR മൊബൈൽ ഫോണിൽ കിട്ടാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് IVMS 4200 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, IVMS 4500 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, ഹൈലുക്ക് വിഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, ഹിക് കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ, അതുപോലെ EZVAISD എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് കുറേ ആപ്ലിക്കേഷനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോയതാണ് ഹിക് കണക്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിനകത്ത് ഹിക് കണക്റ്റിൻ്റെ APK ഫയൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ തൽക്കാലം ചെയ്യാൻ പോകുന്നത് ഹൈലുക്ക് വിഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക, മേളിൽ ഹൈലുക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, HILOOK എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈലുക്ക് വിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റലേഷൻ ഒരു കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അത് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അത്രയും ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇൻസ്റ്റാൾ ആകാൻ. അതുകൊണ്ടാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ മീഡിയ ഫയൽ അതുപോലെ തന്നെ ഫോട്ടോസിനെയൊക്കെ ആക്സസ് ചെയ്യണോ, ഈ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അലോ കൊടുക്കുക. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DVR എന്നുള്ള പിക്ചേഴ്സും അല്ലെങ്കിൽ വീഡിയോസും നമുക്ക് ഫോണിലായിട്ടൊക്കെ സേവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അങ്ങനെ ഒരു അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം സെലക്ട് കൺട്രി അല്ലെങ്കിൽ റീജിയൻ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു. ഇന്ത്യ സെർച്ച് ചെയ്തു. മുകളിൽ അറ്റം ടിക്ക് ഉണ്ട്, ആ ടിക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നോക്കിയാൽ ലോഗിനും കാണാം, വിസിറ്റർ മോഡും കാണാം അല്ലേ. നമുക്ക് വേണ്ടത് ലോഗിനാണ്. വിസിറ്റർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയറി അതിൻ്റെ ആ നെയിം എന്താണോ വിസിറ്റ് ചെയ്യുന്നു ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. അതിന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ രജിസ്റ്റർ യൂസർ നെയിം പാസ്വേഡൊക്കെ കിടപ്പുണ്ട്. തൽക്കാലം ഇപ്പോൾ അതൊന്നും ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് രജിസ്റ്റർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്റ്ററിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, എഗ്രി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ ഏതാണോ ഫോൺ നമ്പർ അത് നമ്മൾ കൊടുക്കുന്നു. ഗെറ്റ് സെക്യൂരിറ്റി കോഡ് കൊടുക്കുന്നു. ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണത് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. ഒരു 4 ഡിജിറ്റാന്ന് തോന്നുന്നു, 4 നമ്പർ വരും. അതെന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ മെയിൽ IDയും ഈ ആപ്ലിക്കേഷൻ ഒരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അതേപോലെ തന്നെ ഈ ഫോൺ നമ്പർ കൊടുത്തില്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ താഴെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇമെയിലിനകത്തും വേണമെങ്കിൽ ഈ കോഡ് വരുന്നതാണ്. തൽക്കാലം ഞാനത് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ രജിസ്റ്റർ ചെയ്ത എൻ്റെ മെയിൽ ID വെച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മെയിൽ ID ഞാൻ കൊടുക്കുന്നു.
ഞാൻ രജിസ്റ്റർ ചെയ്തേക്കുന്ന പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. ഇത്രയും കഴിഞ്ഞിട്ട് ലോഗിൻ കൊടുക്കുന്നു. ഓക്കെ, നോ കൊടുത്തു. ഇതിനകത്ത് ഇനി അടുത്ത് ചോദിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്ത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഓൺ ആക്കാം. തൽക്കാലം ഞാൻ അതിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെറ്റിങ്സിൽ പോയി ഓൺ ആക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ റീഫ്രഷ് എന്ന് കാണുന്നുണ്ട്, ആഡ് ഡിവൈസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ പ്ലാറ്റ്ഫോം ആക്സസിൽ, നെറ്റ്വർക്കില്ലാത്ത പ്ലാറ്റ്ഫോം ആക്സസിൽ നിങ്ങൾ സ്റ്റാറ്റസിന് താഴെ ഒരു QR കോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ആഡ് ഡിവൈസ് കൊടുത്തിട്ട്, ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മൊബൈൽ ഫോണിന് ക്യാമറ ആക്സസ് ചെയ്യണമെന്ന് നമ്മൾ അലോ കൊടുക്കുന്നു. അതുപോലെ പിക്ചേഴ്സ് റെക്കോർഡ് ചെയ്യാൻ, വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ അലോ കൊടുക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ഇത് ഓപ്പണായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാറ്റ്ഫോം ആക്സസിനകത്ത് സ്റ്റാറ്റസിന് താഴെയുള്ള QR കോഡ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വേറൊരു വർക്ക് ചെയ്തതാണ്, അവിടെ നേരത്തെ വേറെ ആരെങ്കിലും ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറിന് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല ഏത് ആപ്ലിക്കേഷനിൽ ഇട്ടു ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സമയത്ത് ആഡ് കൊടുക്കുന്ന സമയം അതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഡിവൈസ് വേറെ ഒരാൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ് തൽക്കാലം കാണുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ അങ്ങനെ ഒരു കാണിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് കൊടുക്കുക. ആഡിങ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നുള്ളത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പം ഇവിടെ DVRൻ്റെ നെയിം കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കിപ്പം ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന DVR ആണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഹോം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം തൽക്കാലം. അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഓഫീസാണെങ്കിൽ ഓഫീസിൻ്റെ പേര് കൊടുക്കാം. ഒന്നിലധികം ഓഫീസ് ഉണ്ടെങ്കിൽ ഓരോ ഓഫീസിൻ്റെ പേരുകൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു പേര് കൊടുത്തു, ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ ടിപ്പാണ് കാണിച്ചിരിക്കുന്നത്. തൽക്കാലം നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, പിന്നീട് നമുക്ക് കാണാം. അതുകൊണ്ട് ആസ്ക് മീ ലേറ്റർ കൊടുത്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്യാമറാസൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ 1 2 3 4 എന്ന് പറഞ്ഞ് ഓരോ ക്യാമറയും മാറി മാറി വരുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി 4 താഴെ 4 കാണിച്ചാൽ 4 വിൻഡോ, 9 കാണിച്ചാൽ 9, 12 കാണിച്ചാൽ 12, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ബേസിക് കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി, കിട്ടുന്ന പിക്ചർ ക്വാളിറ്റി HD വേണോ ബേസിക് വേണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ബേസിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഡേറ്റ കുറച്ച് മതിയാവും. അതുപോലെ തന്നെ മൈക്ക് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസേബിൾ ചെയ്യാൻ, പ്ലേ ബാക്ക് പോസ് ചെയ്യാനുള്ളത്, ലൈവ് സ്ട്രീം പോസ് ചെയ്യാനുള്ളതാണത്. അതുപോലെ തന്നെ സൂം ചെയ്യാൻ, ഇങ്ങനെ ഈ സൂമിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സൂമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ, സ്ക്രീൻഷോട്ടല്ല സ്നാപ്ഷോട്ട് എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ലൈവ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇനി PTZ ക്യാമറ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. മൈക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ അത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്ലേ ബാക്ക് എടുക്കാമെന്നുള്ളതാണ്. അതിന് ഈ മുകളിൽ അറ്റം നോക്കി കഴിഞ്ഞാൽ ഒരു പ്ലേയുടെ സിമ്പിൾ കാണാൻ പറ്റും അല്ലേ, ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പം 13 ഞാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ടൈം, ഏത് ടൈം മുതലാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ 2 മണിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഏത് DVR, ഇപ്പം DVR ഒന്നിലധികം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. DVR ഒന്നിലധികം ആണെങ്കിൽ അത് അതിൽ കാണിക്കുക. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ഹോം എന്ന് പറഞ്ഞാൽ DVRൻ്റെ കാണണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഏതൊക്കെ ക്യാമറയാണ് വ്യൂ ചെയ്യേണ്ടത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് പ്ലേ ബാക്ക് കൊടുക്കുക. ഇപ്പം എൻ്റെ DVRനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് പ്ലേ ആകാത്തത്. ഇല്ലെങ്കിൽ അത് നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ പ്ലാറ്റ്ഫോം ആക്സസിൽ നമ്മൾ ചെയ്ത സമയത്ത് അവിടെ ഒരു എനേബിൾ സ്ട്രീം എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാറ്റസിനും വെരിഫിക്കേഷനും കൊണ്ട് അതിനും മുകളിലായിട്ട് ഒരു ടിക്ക് മാർക്കുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ലൈവ് വ്യൂ കാണാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ നിങ്ങൾ വീഡിയോ ഒക്കെ ജസ്റ്റ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
എനേബിൾ സ്ട്രീം എൻക്രിപ്ഷൻ എന്നുള്ളത് ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഡയറക്റ്റ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അത് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്യാമറ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ക്യാമറ കാണിക്കില്ല. അതിന് പകരം നമ്മളവിടെ കാണിക്കും എൻക്രിപ്ഷൻ കീ കൊടുക്കാൻ പറയും. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് വെരിഫിക്കേഷൻ കോഡ് അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, വെരിഫിക്കേഷൻ കോഡ് അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഈ QR കോഡ് സ്കാനിങ് അല്ലാതെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ആഡിങ് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡിങ് ടൈപ്പ് ഹൈലൈറ്റ് ഡൊമൈന് അതുപോലെ തന്നെ നമ്മുടെ സീരിയൽ നമ്പർ എന്ത് ചെയ്യണം, മാനുവലി ആഡ് ചെയ്യണം. അപ്പോൾ QR കോഡ് ഇല്ലെങ്കിൽ പോലും ഈ QR കോഡ് ആക്ച്വലി ഒരു സീരിയൽ നമ്പറാണ് കാണിക്കുന്നത്. അത് ഈ സ്കാൻ ചെയ്യുമ്പോൾ സീരിയൽ നമ്പറാണ് വരുന്നത്. ഇനി മാനുവൽ ആഡ് ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ DVRൻ്റെ സീരിയൽ നമ്പർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നെ പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ സീരിയൽ നമ്പർ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. QR കോഡും ഇല്ല, സീരിയൽ നമ്പറും ഇല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് പറ്റില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, നിങ്ങളിപ്പോൾ ഗൾഫിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെ മാത്രം വീട്ടിൽ ആളില്ല, നോക്കാൻ ആളില്ല എങ്കിൽ നമുക്കൊരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നമ്മുടെ സീരിയൽ നമ്പർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ QR കോഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ കീ അത് നമ്മൾ മസ്റ്റായിട്ട് നമുക്കറിയാവുന്ന ഒരു കീ അല്ലെങ്കിൽ ഒരു പേരോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് പിന്നീടായാലും ആരുടെ സഹായമില്ലാതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഡിവൈസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്നതും വരാൻ പോകുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് അത് കോൺഫിഗർ ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ആഡ് ചെയ്തു വേറെ ഒരു മൊബൈലിലാണ് ആഡ് ചെയ്തേക്കുന്നത്, ഇപ്പം നോക്കുമ്പം ആഡ് ബൈ അനദർ യൂസർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി.